വിശുദ്ധിയെയും വിശുദ്ധരെയും സ്നേഹിക്കുന്നവനും പുണ്യവാന്മാരിൽ സംപ്രീതനും സകലത്തിലും അതിവിശുദ്ധനുമായ ദൈവമേ, അങ്ങേ വിശുദ്ധിക്കായി വേർതിരിക്കപ്പെട്ട ഈ ദാസനെ കൈക്കൊള്ളണമേ. സന്യാസപരമായ ജീവിതത്തിൻ്റെ ഉത്തമ നടപടികളാൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്ത ഈ ദാസനെ സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളോവേ, നിന്റെ പ്രാഭവമുള്ള വന്യ തിരുനാമത്തിന് സ്വർഗീയ സേനകളോടുകൂടെ ഈ ദാസൻ എന്നേക്കും സ്തുതി പാടുമാറാകണമേ. മോറൻ വാലുഹാൻ ലവൽ മീൻ. കഷ്ടതിനെ നിൻമുഖമെന്നിൽ നിന്നുതിരിക്കരുതേ. ഹാലേ ഏലൂയ. ചെവിചായിച്ചുത്തരമരുളുക വേഗം, വിളി ചെയ്തിടും നാൾ. തലമുറകളിൽ നിന്നോർമ്മ വസിക്കട്ടെ. ഹല്ലേലൂയ. നീ ഉദ്ധാനം ചെയ്തു സിയോനോട് നീ ദയ ചെയ്തിടണമേ. ബാർക്കുമോ മിൻമൂലം വാദാമുൽമൂലം മുൽവീനാമേ. എൻ്റെ ദിനങ്ങൾ മായുന്നൻ ജീവിതാന്ത്യത്തിൽ സമയമണഞ്ഞു. സോദരമിത്രാദികൾക്കോ അവൻ സമ്പത്തിനോ അനുഗമിക്കാനാവില്ലെന്നേ. കരുണാമയനെ നിന്നോടു ഞാൻ യാചിച്ചിടുന്നു. നിന്റെ ഭയങ്കരനായ സദസ്സിൽ ഞാൻ ലജ്ജിതനായിടല്ലേ. നിന്മയൻ കൂട്ടായിടണം. നിൻ ശ്ലീബായൻ പാലമത തീർന്നിടുക നാഥ. ജീവിക്കും നിൻ സ്വരമധുരക്ക് വിളിച്ചെന്നയുണർത്തിയിടണമേ. കബറീന്നും പറുദീസായ്ക്കാം. സ്തോമൻ കാലോസ്. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും കൽപ്പനാ ലംഘനങ്ങൾക്ക് പരിഹാരം നൽകുന്നവനും മലിനരെ നിർമ്മലീകരിക്കുന്നവനുമായ കർത്താവിന് സ്തോത്രം. അവിടുന്ന് തൻ്റെ ദാസനെ സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കുകയും സുഹൃത നടപടികളാൽ അലങ്കരിക്കുകയും ചെയ്തു. തൻ്റെ കരുണയാൽ പാപപരിഹാരം ചെയ്യുകയും പുണ്യപ്പെടുത്തുകയും തന്റെ ദാസനെ പുണ്യവാന്മാരായ ശുശ്രൂഷികളുടെ നിരയിലേക്ക് വിളിക്കുകയും ചെയ്ത മഹത്വമുള്ളവനായ കർത്താവിന് സ്തുതി. അവന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, സ്വർഗത്തിൽ മാലാഖമാർ വന്ദിക്കുന്ന നിന്റെ ഏകപുത്രനെ നീ ലോകത്തിലേക്ക് അയച്ചു. പാപത്തിന്റെ ദാസരായ ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി
ഭൂമിയിൽ മാലാഖമാരെ പോലെ നീതിയുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിപ്പാൻ നീ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ദിവ്യജ്ഞാനമാകുന്ന സന്യാസം, പുണ്യപൂർണതയാകുന്ന നീതി ഇവാർ ആഗ്രഹിക്കുന്നുവോ? അവൻ ദൈവത്തിന് ഏറ്റവും പ്രിയനും വാത്സല്യഭാജനവുമാകുന്നു. അവൻ രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നു, രാജമക്കൾ അവനെ വളർത്തുന്നു. ലോകത്തിന് ഒട്ടും സമ്പാദിക്കാൻ കഴിയാത്ത നിക്ഷേപങ്ങൾക്ക് അവൻ അവകാശിയായി തീരുകയും ചെയ്യുന്നു. കർത്താവേ, വിശുദ്ധ ജീവിതം നയിക്കുന്നതിനായി നീ ദാസനെ തിരഞ്ഞെടുത്തു. നിന്നെ സ്നേഹിക്കുകയും നിന്റെ പിന്നാലെ അവൻ വരികയും ചെയ്തിരിക്കുന്നു. എൻ്റെ നുകം ലഘുവും എൻ്റെ ചുമട് ആനന്ദകരവുമാകുന്നു എന്നരുളി ചെയ്തിട്ടുള്ള നിന്റെ തിരുവിഷ്ടത്തെ എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും സ്വയത്യാഗത്തോടും കൂടി അനുസരിപ്പാനായി അനുസരണത്തിൻ്റെ ചിഹ്നമായ കുരിശിനെ ഈ ദാസൻ കഴുത്തിൽ ധരിച്ചു. ഞങ്ങളുടെ കർത്താവേ, തിരുമുമ്പാകെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുകയും ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങളാൽ നിന്നെ പ്രീതിപ്പെടുത്തുകയും ചെയ്ത ഈ സന്യാസിക്ക് വേണ്ടി അശുദ്ധനായ ഞങ്ങൾ നിന്റെ കരുണയോടപേക്ഷിക്കുന്നു. സമൃദ്ധിയുള്ളതും സമാധാനപൂർണവുമായ ആശീർവാദം നൽകി ഈ ദാസനെ അനുഗ്രഹിക്കണമേ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഈ സന്യാസിയുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണമേ. ഭൗമികമായ സകല ശുദ്ധിയിൽ നിന്നും ഈ സന്യാസിയുടെ ശരീരത്തെ വെടിപ്പാക്കണമേ. സന്യാസ ജീവിതം നയിച്ചിട്ടുള്ള ഈ ദാസന് അക്ഷയമായ നിന്റെ സഹായങ്ങൾ നൽകണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ ഈ ദാസന് സംഗതിയാക്കണമേ. നൽവരങ്ങളാകുന്ന കിരീടങ്ങളാൽ ഇവൻ പ്രകാശിക്കുമാറാകണമേ. സകല വിശുദ്ധന്മാരോടൊപ്പം ശ്രേഷ്ഠമായ പദവിക്ക് ഈ സന്യാസിയെയും യോഗ്യനാക്കണമേ. കർത്താവേ, സന്യാസിക്ക് വേണ്ടിയുള്ള ബലഹീനരായ ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളും ഈ സന്യാസിയും ചെയ്തുപോയ സകല പാപങ്ങളും കുറ്റങ്ങളും നിശേഷമായി ക്ഷമിക്കണമേ. എന്തെന്നാൽ കർത്താവേ, നീ നല്ലവനും അനുഗ്രഹസമ്പൂർണനും ദാനങ്ങളിൽ സമൃദ്ധിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറിക്കുമോ ഹോശോ വബകുല സുബാൻ ലവൽ മീൻ. Nalohon kabil husayo hobish bukono dohi patrai hunal melolem ulmin. നാഥാ മനുജർ നിൻ മുൻപിൽ ചെയ്തിടും ധാർമ്മികതയുടെ ഓരോരോ ചെയ്തികളും തീണ്ടാരി പാഴ്വസനം പോലെ എന്നാൽ സ്നേഹിപ്പോ നീ നരരെ കൽപ്പന പാലിപ്പോർത്തൻ നീതീകരണത്തിനായി ബാരക്കുമോ Shbuhulabul broal ruhu kadisho. മെൻമൂലം വാദാമുൽ മൂലം ഉൽമീനാമേ ഇതിനെല്ലാമേ പ്രതിഫലമാ നാദാംനി അതിബഹുലമതാം കാരുണ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയതിൽ നിന്റെ ശുദ്ധന്മാ
രായുള്ളോർക്കൊപ്പം ബഹുമതിയാ ഇവർക്കേകി ണമേ നൽ വിശ്രമവും ബറയ്ക്കുമോർ ദൈവമായ കർത്താവേ, തിരുമുൻപാകെ ബലഹീനരായി ഞങ്ങൾ സമർപ്പിച്ചുള്ള ഈ സുഗന്ധ ധൂപം കൈക്കൊള്ളണമേ. നിന്റെ തിരുമുൻപാകെ നിൽക്കുവാൻ ആരും യോഗ്യരല്ല. എങ്കിലും അയോഗ്യരായ ഞങ്ങളിൽ നിന്ന് നിന്റെ കരുണയുടെ മുഖം നീ തിരിച്ചു കളയരുത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, നീ കരുണയുടെ അഗാധവും നിന്റെ ദൈവത്തെ ഞങ്ങളുടെ സ്തുതിയിൽ നിന്ന് ഉന്നതവുമാകുന്നു. യൗവനത്തിൽ നിന്നെ വളർത്തി നിൻ വൃദ്ധതയിൽ നിന്നെ താങ്ങുകയും ചെയ്തോ ഈശൻ നൽകട്ടെ വാഗ്ദാനം പോലെ നിനക്കായി കൃപ നിറഞ്ഞിടും പറുദീസ ബാർക്കുമോ ശുഭോലാവോലം ബ്രോവൽ റൂഹോ കാദീശോ ബൻമൂലം വാദാമുൽ മൂലം മുൽമീനാമേ കർമ്മഫലം വാങ്ങവേ നിന്ദ സരിബോധസ്ഥാനത്തിൻ യോഗ്യനതാക്കണമെന്നാൽ നിന്നെ അവൻ മാനിച്ചു സ്നാനമേറ്റു നിന്നിൽ നിദ്രയാത്തിൽ മുറിയോറാകെ മലൈനുവാദാരേ കഷ്ടമതി ഭയങ്കര നിമിഷമിതാത്മാവു തൻ കൺകളുയർത്തി മൃദുദൂതനെ ദർശിച്ചിടുമ്പോൾ ആ കഷ്ടം അത് നോക്കുന്നെങ്ങും തുണയില്ലാരും തന്മേലായി താനായി വാളേന്തും മരണം മാത്രം രക്തദാഹികൾ വന്യമൃഗങ്ങൾ പോൽ സാത്താന്മാർ ഏത്തുന്നാത്മാവിനായി ദൂതരോടായി പോരാ വൻവ്യഥയോട് നിൽക്കുകയല്ലോ ആത്മാവപ്പോൾ തൻ കർമ്മദോഷങ്ങൾ കളങ്കങ്ങളെയും ഓർത്ത് മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളകോ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ ശുഭോലാബോല ബ്രോവൽ റൂഹോ കാദീശോ മെൻമൂലം വാദാമുൽ മൂലം ഉൽമിനാമേ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ നിൻ ജീവസ്വരമതുണർത്തണമേ ഖബറിന്നും പറുദീസായ്ക്കായി സ്തൗമൻ കാലുസ്കുറിയിലായിസോ ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുയിലൂടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടും പാർക്കുമോ ശുഭോലാബോല ബ്രോവൽ റൂഹോ കാദീശോ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ
എന്നും അവൻ ജീവിപ്പാ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താ തന്നരുളിനു മഹത്വം മുറിയൂറാകി മലയുവാതാറേ. അതിനുയരെ കർത്താവേ, കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാം മൃതരും കൈക്കൊണ്ടേണം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിൻ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഹോശോ വബ്ഖുലസ്ബാൻ ലവൽ മീൻ. ആമേൻ. റിയലൈസോൻ ക്രീലായിസോൻ, ക്രീലായിസോൻ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. പാർക്കുമോ. മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനുമായ അത്യഭിവന്യ മൊറാൻ മാർ ബസേലിയോസ് കാർഡിനൽ ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമേനി, വന്യ ജനറാളച്ചന്മാരെ, ബഥനി സന്യാസ സമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട ജനറാളച്ചൻ, പ്രൊവിൻഷ്യലച്ചന്മാരെ, മാവേലിക്കര രൂപതയിൽ സെൻറ്റ് ജോസഫ് മലങ്കര കത്തോലിക്ക ദേവാലയം മുടിയോർക്കോണം ഇടത്തറ വീട്ടിൽ ശ്രീമാൻ പ്രിൻസ് എബ്രഹാമിൻ്റെയും ശ്രീമതി ഷൈനി പ്രിൻസിൻ്റെയും മൂത്ത മകനായി ജനിച്ച ഏറ്റവും സ്നേഹം നിറഞ്ഞ എബ്രഹാം ഷിൻസിൻ്റെ സഹോദരൻ റോഷനുണ്ട്. ആദ്യകാല വിദ്യാഭ്യാസങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം 2014-2018 കാലയളവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാർ ബസേലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നാലാഞ്ചിറയിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 2018 ബഥനി ആശ്രമത്തിൽ ചേരുകയും 2020 സന്യാസ വ്രതം പൂർത്തിയാക്കി ബഥനി ആശ്രമത്തിൽ ഒഫീഷ്യലായിട്ട് ചേരുകയും ചെയ്തു. 2020-22 കാലങ്ങളിൽ ഫിലോസഫി പൂർത്തിയാക്കി 2022-23 നാലാഞ്ചിറ പ്രൊവിൻഷ്യലേറ്റിലും ബഥനി ആശ്രം ത്രിപുരയിലും തൻ്റെ ഫിലോസഫി പഠനം പൂർത്തിയാക്കി. തിയോളജി പഠനം 2023-25 ബഥനി ആശ്രം രാംവാടിയിൽ നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. 2024 മെയ് 18 മിസമറോനോ കൊറൂയോ പട്ടങ്ങൾ സ്വീകരിക്കുകയും 2025 മെയ് 31 ഹോപ്പദിയോക്കനോ പട്ടം സ്വീകരിക്കുകയും ചെയ്ത് വൈദിക പട്ടാഭിഷേക ശുശ്രൂഷയിലേക്ക് ഏറ്റവും അടുക്കുന്ന ദിവസങ്ങളായിരുന്നു. ഓഗസ്റ്റ് മാസം 2-ാം തീയതി ആകസ്മികമായ മരണം പ്രിയപ്പെട്ട ഷിൻസ് ബ്രദറിനെ തേടുകയെത്തുകയുണ്ടായി. ബഥനി ആശ്രമത്തിലെ വളരെ സൗമ്യനായ ഏറ്റവും സന്തോഷവാനായി ചിരിക്കുന്ന മുഖത്തോട് കാണപ്പെട്ട പ്രിയപ്പെട്ട ബ്രദർ ഇപ്പോൾ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെയും ബഥനി ആശ്രമത്തിലെ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നതിനുള്ള പ്രാർത്ഥനകൾ നേരുന്നതിനുമായി അത്യഭിവന്യ കാതോലിക്ക ബാബ തിരുമേനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വാത്സല്യമുള്ള മകൻ്റെ നമ്മൾ നനച്ചിരിക്കാത്ത സമയത്തെ ഒരു ശുശ്രൂഷയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നാഴികയെക്കുറിച്ചും വ്യാഖ്യാനം പറയാനും വിശദീകരണം പറയാനും നമുക്ക് സാധിക്കുകയില്ലല്ലോ.
നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും ഏറ്റവും വ്യക്തമായി വ്യാഖ്യാനിക്കുവാൻ നാം അശക്തരാണ്. അതിൻ്റെ പ്രധാന കാരണം നാം ഈ ജീവിതം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചവരാണ്, അതിൻ്റെ ഉടമസ്ഥനാണ്. അതേക്കുറിച്ച് പൂർണ്ണമായി പറയുവാൻ കഴിയുക. ഈ പ്രിയപ്പെട്ട മകൻ നമ്മുടെ കോളേജിൽ എഞ്ചിനീയറിംഗ് ബിരുദം പഠിച്ച് പാസ്സായി ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കും എന്ന് അനേകർ കരുതിയില്ല. സ്വാഭാവികമായി സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുന്ന ഒരാൾ ഒരാശ്രമ വളപ്പിലേക്ക്, അതും സ്ഥായിയായ ഒരു ജീവിത സ്ഥലം കണ്ടെത്തി അവിടെ പ്രവേശിക്കുന്നത് നാം മനസ്സിൽ നിരൂപിക്കാത്ത കാര്യമാണ്. സത്യസന്ധമായും വെളിപ്പെടുത്തിയതനുസരിച്ചും ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവനുമായ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ജീവനെക്കുറിച്ച് പറയുന്നതിനുപരിയായി നമുക്ക് എവിടെ നിന്ന് ജ്ഞാനം ലഭിക്കാൻ കഴിയും? ഈ നിമിഷങ്ങളിൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നതിന് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. എല്ലാ കാലത്തേക്കും സത്യസന്ധമായ നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചുള്ള ഒരറിയിപ്പ് വേദപുസ്തകം നൽകുന്നത് നാം കണ്ടില്ലെങ്കിലും നാം മറച്ചു വെച്ചാലും അത് തമസ്കരിക്കുവാൻ സാധിക്കുന്നതല്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ശിശുവായി രൂപം പ്രാപിക്കുന്നതിന് മുൻപ് നിന്നെ അറിയുന്ന ഒരു ദൈവം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനം, നീ എന്നോടുകൂടി പറുദീസയിലായിരിക്കും എന്ന സത്യസന്ധമായ വാഗ്ദാനം നിങ്ങൾക്ക് നാശത്തിനായിട്ടല്ല, നിങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന കർത്താവ്. നിന്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്യുന്ന അവിടുത്തെ സത്യമായ ആ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾക്ക് മുൻപിൽ കരങ്ങൾ കൂപ്പി നിൽക്കുവാനല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമുക്കെന്ത് ന്യായം, എന്ത് അവകാശം? നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ഇതിനുത്തരം കണ്ടെത്തുക എന്നതിനേക്കാൾ കർത്താവ് നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനത്തിൻ്റെ ആശ്വാസവും കർത്താവ് നൽകിയിരിക്കുന്നതിൻ്റെ ഈ വലിയ പൊരുളും ഹൃദയത്തിലേക്ക് ശാന്തതയോടെ സ്വീകരിക്കുക, അതുമാത്രമാണ് നമ്മുടെ കർമ്മം. ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നാം ജീവിതത്തിലൂടെ അതിൻ്റെ ഉത്തരം തേടുന്നവരാണ്. നമ്മുടെ ദൈവത്തിൻ്റെ മുഖം നമുക്ക് പരിചയമുണ്ട്. നമ്മെ അറിയുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവത്തെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് സ്നേഹിക്കാത്തവൻ എന്ന് പറയാൻ കഴിയുകയില്ല. ആ മഹാവിശുദ്ധനായ മനുഷ്യൻ തൻ്റെ മകൻ്റെ മൃതമായ ശരീരം തൊട്ട് ലോകത്തോട് പറഞ്ഞു, ദോഷമായിട്ട് എന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. അതൊരപ്പൻ്റെ ആശ്വാസം കണ്ടെത്തൽ മാത്രമല്ല,
സത്യസന്ധമായി ദൈവത്തെ തൊട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഈ സമയം നാം ചൊല്ലാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ പ്രിയ മകൻ, ഈ സന്യാസി തൻ്റെ ജീവിതത്തിൻ്റെ ഈ ലോകത്തിലെ ദൗത്യം പൂർത്തിയാക്കി ദൈവമഹത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നാം ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ വന്നു നിൽക്കുമ്പോൾ അതിൻ്റെ കോണിൽ നിന്ന്, നമ്മുടെ വേദനയുടെ പാരമ്യത്തിൻ്റെ മധ്യേ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മറക്കാതിരിക്കാം. അവിടുന്ന് സ്നേഹമാണ്, ദോഷമായി അവിടുന്ന് ഒന്നും ചെയ്യുകയില്ല. അവൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും സംസാരിക്കുന്ന എനിക്കും ഒരുപോലെ ബാധകമായ കർത്താവിൻ്റെ ഈ സ്വഭാവം, കർത്താവിൻ്റെ ഈ കൽപ്പന നമുക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളും പ്രിയപ്പെട്ട സഹോദരനും കുടുംബാംഗങ്ങളും ഈ മകനുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആശ്രമത്തിലെ പ്രിയപ്പെട്ട അനുജന്മാരും ബന്ധുമിത്രാദികളും നമുക്ക് ആശ്വസിക്കാൻ കഴിയുക കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിലും തിരുവചനത്തിലുമാണ്. ആ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബഥനി ആശ്രമത്തിൽ സന്യാസിയാകുവാൻ സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ച ഒരു വിദ്യാർത്ഥി പ്രവേശിക്കുന്നത് സ്വാർത്ഥ ലാഭത്തിനല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും നമ്മുടെ പുണ്യപിതാവ് തുടങ്ങിയ സന്യാസത്തിൻ്റെ ആന്തരിക അർത്ഥം അനുഭവിച്ച് ജീവിക്കുന്നതിനുമാണ്. അതിന് ഈ മകൻ തയ്യാറായി, പരിശീലനത്തിന് സ്വയം സമർപ്പിച്ചു. അതിന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഇടത്തറ കുടുംബം ഔദാര്യത്തോടെ അതിന് സമ്മതം നൽകി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ മകൻ സന്യാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങൾ ഈ മകനെ ഒരു കാണിക്കയായി ദൈവത്തിന് സമർപ്പിച്ചവരാണ്. നിങ്ങൾ ഈ മകനെ ദൈവാലയത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായുടെ ആ നടയിൽ നിങ്ങൾ അടിമ വെച്ചവരാണ്, പൂർണ്ണമായി വിട്ടുകൊടുത്തവരാണ്. ദൈവത്തിൻ്റേത് തിരികെ ചോദിക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ. ദൈവത്തിൻ്റെ പദ്ധതി അവിടുന്ന് പൂർത്തിയാക്കട്ടെ. ഈ മകൻ പൂർണ്ണമായ ദൈവമഹത്വം പ്രാപിക്കുന്നതിന് സ്വർഗം കനിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എബ്രഹാം ഷിൻസ് എന്ന നമ്മുടെ ഈ ബഥാന്യൻ ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ഈ ആശ്രമത്തിലൂടെ പൂർത്തിയാകുന്നതിന് സ്വർഗം എല്ലാ കൃപകളും നൽകട്ടെ. ദൈവം ആഗ്രഹിച്ചതും ദൈവം പൂർത്തിയാക്കുന്നതും നമ്മുടെ സമർപ്പണത്തോട് ചേർത്താണല്ലോ. ഈ മകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുള്ളതും ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചതുമായ സന്യാസത്തിൻ്റെ നിറവ് ബഥനിയിലൂടെ പൂർത്തിയാക്കുന്നതിന് അവിടുത്തെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ. വേദനിപ്പിക്കുന്നതും ഹൃദയത്തിൽ ഭാരമുണ്ടാക്കുന്നതുമായ നിമിഷങ്ങളാണ്. അതിനെയെല്ലാം അതിജീവിക്കുന്ന കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ.
പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ബലം നൽകട്ടെ. നമുക്ക് വിധി പറയുവാൻ, വ്യാഖ്യാനിക്കുവാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ശിരസ് വണങ്ങി കരങ്ങൾ കൂപ്പി, നീ അറിയുന്നുവല്ലോ നാഥ, ദോഷമായി നീ ഒന്നും ഞങ്ങളോട് ചെയ്യുകയില്ലല്ലോ എന്ന പ്രാർത്ഥന അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾ ഈ മകനോട് ചേർന്ന് നിന്ന് നിർവഹിച്ച ക്രിസ്തീയമായ ജീവിതം, ക്രിസ്തീയമായ സമർപ്പണം അനേകർക്ക് ബലമാവുകയാണ്. നിസ്സാരമായി നിങ്ങളതിനെ കാണരുത്. നിങ്ങൾ ഈ നിമിഷങ്ങളെ വിശ്വാസത്തിൽ എങ്ങനെ നേരിടുന്നു എന്ന്, നിങ്ങൾ വിശ്വാസത്തോടെ ഈ നിമിഷങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്ന്, സ്വർഗത്തോട് നിങ്ങളെങ്ങനെ ചേർന്ന് നിൽക്കുന്നുവെന്ന് നിങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യം അനേകരെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കുന്നതിന് മുഖാന്തരമാകട്ടെ. ബഥനിയിലെ പ്രിയപ്പെട്ട ജനറാളച്ഛനും പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാരും പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളും ഷിൻസിൻ്റെ സഹപാഠികളും പൂനായിലെ ബഥനി ആശ്രമത്തിലെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരും അവിടുത്തെ വൈദികരും നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രകാരമുള്ള നിമിഷങ്ങളിൽ നമുക്ക് ആശ്വസിക്കുവാൻ, പരസ്പരം ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കർത്താവല്ലാതെ നമുക്ക് ആത്യന്തികമായി മറ്റാരാണുള്ളത്? മനുഷ്യൻ്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. കർത്താവിൻ്റെ വാക്കുകൾ സത്യസന്ധവും അത് വഴികാട്ടിയുമാണ്. നിങ്ങളെ പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തട്ടെ. കൃപ, അഭിഷേകം, നിറവ് നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് മാറ്റട്ടെ. നമ്മുടെ ഈ ബഥാനിയൻ സ്വർഗത്തിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിക്കുന്ന പദ്ധതിയിൽ വിശുദ്ധരോടുകൂടി, മാലാഖമാരോടുകൂടി കാണപ്പെടുന്നതിന് സ്വർഗമിടയാക്കട്ടെ. അങ്ങനെ ഒരു മകൻ സ്വർഗത്തിൽ മാലാഖമാരുടെ മധ്യത്തിൽ നമ്മുടെ പരിചയമുള്ള മുഖമായി കാണപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അതേ ദോഷമായി ഒന്നും സ്വർഗത്തിലെ അപ്പൻ നമ്മോട് ചെയ്യുകയില്ല. പ്രിയപ്പെട്ട വർഗീസ് കാലായിലച്ഛൻ്റെ സഹോദരിയുടെ മകൻ എന്ന നിലയിൽ പ്രിയപ്പെട്ട അച്ഛനോടും ഈ സമയം കർത്താവിൻ്റെ കാരുണ്യവും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആശ്വസിപ്പിക്കുന്ന വലിയ കാരുണ്യം പങ്കുവയ്ക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ അമൂല്യമായ ബലവും അഭിഷേകവും ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധ കുർബാനയുടെ ആഴപ്പെട്ട ആ മഹത്വം, അതിൽ ബലപ്പെട്ട് ആശ്വാസം കണ്ടെത്താൻ പ്രിയപ്പെട്ട അച്ഛനും കുടുംബാംഗങ്ങൾക്കും കഴിയട്ടെ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൊതു ശുശ്രൂഷി എന്ന നിലയിൽ നിങ്ങളോട് നമ്മുടെ സഭയുടെ ബന്ധം ഞാൻ അറിയിക്കുന്നു. നിങ്ങളോട് ഒരു അനുശോചനം എന്ന വാക്കുപയോഗിച്ചൊന്നും പറയാൻ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. നിങ്ങളോടുള്ള ബന്ധം, നമ്മുടെ കുടുംബത്തോടുള്ള ഈ സഭയുടെ ബന്ധം ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുന്നു. എന്നും നിങ്ങളെ സംരക്ഷിച്ചിട്ടുള്ള കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. നമ്മുടെ പുണ്യപിതാവായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബത്ത് തലമുറകളിലേക്ക് കൃപയുടെ മുദ്രയായി ലഭിക്കുക തന്നെ ചെയ്യും. പിതാവിനെ അന്വേഷിച്ച് പിതാവിൻ്റെ സന്യാസ ജീവിതത്തെ അനുകരിക്കുന്നതിന് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മകൻ പിതാവിൻ്റെ മടിത്തട്ടിലേക്ക് ചേർന്നിരിക്കുന്നതായി പൂർണ്ണമായി
നിങ്ങൾക്ക് വിശ്വസിക്കാം. ആ പിതാവ് നിങ്ങളുടെ തലമുറകൾക്ക് ഒരു മുദ്ര നൽകുക തന്നെ ചെയ്യും, ദൈവ സംരക്ഷണത്തിൻ്റെ, അവിടുത്തെ കരുണയുടെ. ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വന്ന നിങ്ങളെല്ലാവരോടും കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ സ്നേഹം, അവിടുത്തെ വാത്സല്യം ഞാൻ അറിയിക്കുന്നു. നമുക്ക് പ്രത്യാശയോടുകൂടി മുൻപോട്ട് പോകാം. ഒരു നിമിഷം ഗോകുൽത്തായുടെ ആ മുകളിലേക്ക് ഒന്ന് നോക്കാം. കൂടെ നിന്നവരെല്ലാം ഭയപ്പെട്ട് ഓടിപ്പോയ ഒരു നിമിഷം, കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചവർ പോലും ഭയപ്പെട്ടു പോയ ഒരു നിമിഷം, അവൻ്റെ സഖികളും അവൻ്റെ ശിഷ്യന്മാരും അവനെ അറിയുന്നവരും എല്ലാവരും ഓടിപ്പോയ നിമിഷം, അവനൊറ്റയ്ക്ക് അതാ കുരിശുമരത്തിൽ ദുർബലനായി കാണപ്പെടുന്നു. അവൻ അവസാനിച്ചു എന്ന് അധികാരികൾ, ഭരണകർത്താക്കൾ വിധിയെഴുതി. എന്നാൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ആ തിരുമുഖത്തേക്ക് നോക്കി ലോകത്തോട് പറഞ്ഞു, സത്യമായും അവൻ ദൈവപുത്രൻ. അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ, അതേ സിയോൻ സഞ്ചാരി ഞാൻ, ഈ കുരിശിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന നാം, ഈ കുരിശിൽ രക്ഷകൻ്റെ മുഖം, മഹത്വമുള്ള ദൈവത്തിൻ്റെ പ്രഭ നമുക്ക് കാണാം. ആ പ്രഭയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും കാത്ത് പരിപാലിക്കട്ടെ. അവിടുത്തെ തിരുനാമത്തിന് എന്ന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.